നമസ്കാര. നമ്മളിവിടെ എൻ്റെ പിന്നിലൊരു ബോർഡ്, ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കതിൻ്റെ അടിയിൽ കാണാം മൃതസഞ്ജീവിനി ക്രിയ എന്താണെന്ന്. അതാണ് അതിൻ്റെ ഉത്തരം. സമഗ്രമാണ്, ശാസ്ത്രീയമാണ്, ആധികാരികമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വാക്കുകളില്ല. സമഗ്രമെന്ന് പറഞ്ഞാൽ മൃതസഞ്ജീവിനി ക്രിയ അതിൻ്റെ എല്ലാ തലത്തിലും ഒരു മനുഷ്യൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ദൈവീകമായ ഒരു ക്രിയയാകുന്നു മൃതസഞ്ജീവിനി ക്രിയ. അത് ശാസ്ത്രീയമാണ്. ശാസ്ത്രത്തിനെ ബേസ് ചെയ്തതുകൊണ്ടാണ് അത് ശാസ്ത്രീയമാണെന്ന് പറയുന്നത്. ശാസ്ത്രീയമായതുകൊണ്ട് തന്നെ അത് സത്യവുമായിരിക്കും. സത്യത്തെ കണ്ടെത്താൻ ശാസ്ത്രീയത ഉപയോഗിക്കുന്നുണ്ട്. സത്യത്തെ കണ്ടെത്താൻ ആത്മീയതയും ഉപയോഗിക്കുന്നുണ്ട്. ആത്മീയതയും ശാസ്ത്രീയതയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. പിന്നുള്ളത് ആധികാരികമാണ്. ആധികാരികം എന്ന വാക്ക് നിങ്ങൾക്ക് മലയാളം അറിയുന്ന എല്ലാവർക്കും അറിയാം. ആധികാരികം എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രത്തോട് ഒട്ടി നിൽക്കുന്നതാണ്. ഗ്രന്ഥങ്ങളിൽ, ആധുനിക ഗ്രന്ഥങ്ങളിലും പുരാതന ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഋഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുള്ള, ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു രീതി അവലംബിച്ചുകൊണ്ടാണ് മൃതസഞ്ജീവിനി ക്രിയ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ആധികാരികമെന്ന് പറയുന്നത്. നമ്മൾ സനാതനധർമ്മത്തിലെ ആധികാരിക ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഋഗ്വേദ, യജുർവേദം, സമവേദം, അഥർവവേദം എന്ന് തുടങ്ങി ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഇന്ന് സനാതനധർമ്മത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒട്ടനവധി ഗ്രന്ഥങ്ങൾ. അപ്പോൾ ആ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലും ഇന്നത്തെ ശാസ്ത്രീയമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും കൂടിച്ചേർന്നുകൊണ്ട് എല്ലാ തലത്തിലും മൃതസഞ്ജീവിനി ക്രിയ അതിൻ്റെ എല്ലാ സൗന്ദര്യവും നിങ്ങൾക്ക് തരും. ഇതിൽ നേരത്തെ ഹേമാംബിക പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ, അത്യത്ഭുതങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് ഭൂമിയിൽ മര്യാദയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. നിൽക്കാൻ പറ്റാത്ത ആൾക്ക് നിൽക്കാൻ കഴിയും. ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് ദിവ്യമായ ദർശനങ്ങൾ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആവാൻ സമയമായിട്ടില്ല. ആദ്യം ഇരിക്കാൻ പഠിക്കുക. ആ ഇരിക്കാൻ പഠിക്കുന്ന സമയത്താണ് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവുക. ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ക്രിയകൾ ധാരാളമുള്ള ഒരു സെഷനാണ് ഇത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദിയോഗിയായ പരമശിവൻ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. ശരീരമാദ്യം ഗലു ധർമ്മസാധനം. തപസ് ചെയ്യുന്ന പാർവതിയോട് പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഇരുന്നു കൊണ്ടാണ് തപസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ നിനക്ക് സാധിക്കണമെങ്കിൽ നിൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട്. ഇല്ലാതെ നിങ്ങൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? തപസ് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഏത് ക്രിയയും, മൃതസഞ്ജീവിനി ക്രിയയും ഒരു തപസ്സാണ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാനുള്ള ഒരു തപസ്സാണ് യഥാർത്ഥത്തിൽ മൃതസഞ്ജീവിനി ക്രിയ ചെയ്യുന്നത്. പൂർണ്ണ ജീവിതത്തിനുള്ള ചര്യയാണ് മൃതസഞ്ജീവിനി ക്രിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെയോ ബുദ്ധിയുടെയോ മാത്രമല്ല, ആന്തരിക ചോദനയുടെ കൂടെ അധ്യയനമാണ് മൃതസഞ്ജീവിനി ക്രിയ. ഇത് ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് നന്മയിലേക്കും, നന്മയിൽ നിന്ന് വിശുദ്ധിയിലേക്കും, വിശുദ്ധിയിൽ നിന്ന് ദിവ്യ തേജസ്സിലേക്കും ഉയർത്താനുള്ള കഴിവുണ്ട് ഈ സഞ്ജീവിനി ക്രിയയ്ക്ക്. ഞങ്ങൾ ദിവസവും പറയുന്നു, ഈ ക്രിയ ചെയ്യുന്നവൻ യോഗിയായി മാറും. യോഗി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യോഗ്യത എന്നാണ്. എന്തിനുള്ള യോഗ്യത എന്നാണ് പിന്നെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാനും, നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയെ നിയന്ത്രിക്കാനും, നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ കാണാനും, നിങ്ങൾക്ക് നല്ല ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. അതിലൊക്കെ നിങ്ങൾക്ക് യോഗ്യത വരുന്നത് കൊണ്ട്
നിങ്ങൾ മൃതസഞ്ജീവിനി ക്രിയ അഭ്യസിക്കുമ്പോൾ നിങ്ങളൊരു യോഗിയായി മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എല്ലാ തലത്തിലും ഒരു മനുഷ്യനെ പൂർണ്ണത വരുത്തും. നിങ്ങൾ പലപ്പോഴും ധ്യാനത്തെക്കുറിച്ച് ശരിയായ ധാരണയും തെറ്റായ ധാരണയും പുലർത്തുന്ന ആളുകളാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ജനങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ജനങ്ങൾക്ക് എല്ലാ ആളുകളും ഇവിടെ വന്ന് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് മെഡിറ്റേഷൻ എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവൾക്ക് അറിയില്ല. വസ്തു അവബോധത്തിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ധ്യാനം. വസ്തു അവബോധത്തിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇല്ലാതാവുന്ന അവസ്ഥയാണ്. മരണവും ധ്യാനവും ഒരുപക്ഷെ സുഖകരമായ അവസ്ഥയാണ്, ഒരേ അവസ്ഥയാണ്. ഇതാണ് ധ്യാനം. ബോധത്തിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മരണമെന്ന് പറയാം. പക്ഷേ നിങ്ങളുടെ ഹൃദയം സ്പന്ദിക്കുകയും നിങ്ങളുടെ ചിന്തകളെ താഴ്ത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു മഹത്തായ കലയാണ് ധ്യാനം. പൂർണ്ണമായ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും നിങ്ങൾ വേറൊരു അവസ്ഥയിലേക്ക് മാറിപ്പോവുകയും അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരിക്കലും ഉണരാതെ ഇരിക്കുകയും ചെയ്യുന്നതാണ് മരണം. നിങ്ങൾക്ക് പിന്നെ ഉണരാനേ കഴിയുന്നില്ല മരണത്തോടെ. ധ്യാനത്തിൽ നിങ്ങൾക്ക് ഇതേ അർത്ഥമുണ്ടാവും. നിങ്ങൾ കുറേ കഴിഞ്ഞാൽ ഉണരുക തന്നെ ചെയ്യും. ഒരു തലത്തിൽ ഒരു സമയത്ത് നിങ്ങൾ മരണവും ധ്യാനവും ഒന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഒരേ രീതിയിലാവുകയും ഒരു സമയം കഴിയുമ്പോൾ ധ്യാനത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യും. പക്ഷേ മരണത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല. രണ്ടിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. ഭൂമിയിൽ ഒരുപക്ഷെ ഏറ്റവും സൗന്ദര്യമുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിടത്തോളം അത് ഒന്ന് മരണവും ഒന്ന് ധ്യാനവുമാണ്. മരണമെന്ന് പറയുന്നത് ഏത് നിമിഷവും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ധ്യാനമെന്ന് പറയുന്നത് നിങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾ ധ്യാനത്തിലേക്ക് എത്തുന്നതാണ്. മരണത്തെ നിങ്ങൾ ഒരിക്കലും തയ്യാറെടുപ്പ് നടത്താറില്ല. മരണത്തിനൊരിക്കലും നിങ്ങളൊരു തയ്യാറെടുപ്പ് നടത്തി നിങ്ങൾ നിൽക്കാറില്ല. പക്ഷെ ധ്യാനത്തിന് ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ് ആദ്യകാലങ്ങളിൽ. എന്ന് വെച്ചാൽ തുടക്കക്കാരിൽ എപ്പോഴും എന്തുണ്ടാവും? കൗതുകം ഉണ്ടാവും. ഏത് തുടക്കക്കാരിലും നിങ്ങൾക്ക് കൗതുകം കാണാം. ഏതൊരു പുതിയ കാര്യം ചെയ്യുമ്പോഴും അതിന് നിങ്ങൾക്കൊരു കൗതുകമുണ്ടാകും. അതുപോലെ ഒരു തുടക്കക്കാരൻ്റെ കൗതുകത്തോടു കൂടി ധ്യാനം ആരംഭിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ധ്യാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക്, ആ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക്, ആ സമാധിയിലേക്ക് നടന്നു കയറാനും മെല്ലെ മെല്ലെ കയറിപ്പോകാനും കഴിയും. ഈ സൗന്ദര്യം ഒരു തരി വിട്ടുപോവാതെ, ഒരു കണ്ണി പോലും വിട്ടുപോകാതെ മൃതസഞ്ജീവിനി ക്രിയയിൽ വളരെ കൃത്യമായി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പൂന്തോട്ടക്കാരൻ്റെ ശ്രദ്ധയോടുകൂടി പൂവ് നശിക്കാതിരിക്കാൻ ഒരു പൂന്തോട്ടക്കാരൻ എങ്ങനെയാണോ ആ പൂന്തോട്ടത്തെ സംരക്ഷിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് ഈ കാര്യത്തെ സംരക്ഷിക്കാൻ പറ്റും. മൃതസഞ്ജീവിനി ക്രിയയിൽ ഞങ്ങളൊരു പൂന്തോട്ടക്കാരനായി മാറിക്കൊണ്ട് അതിൻ്റെ സൗന്ദര്യത്തെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പൂക്കൾ വാടിപ്പോകാതിരിക്കാൻ നമ്മൾ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. നമ്മളതങ്ങനെ ശാസ്ത്രീയമായി ആ രീതിയിൽ അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ മുഖത്ത് കളിയാടുന്ന ചൈതന്യം മാത്രം മതി നിങ്ങൾക്ക് ധ്യാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ പലപ്പോഴും പറയും ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് എന്തൊരു തേജസ്സാണെന്ന്. പലപ്പോഴും പല ആളുകളെക്കുറിച്ചും പറയും. പല സ്വാമിമാരെക്കുറിച്ചും നിങ്ങൾ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന പല ആളുകളുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു ചൈതന്യമാണെന്ന് പറയും. ആ ചൈതന്യത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം ധ്യാനമല്ലാതെ മറ്റൊന്നുമല്ല. ധ്യാനം മാത്രമാണ് ആ ചൈതന്യത്തിൻ്റെ രഹസ്യം, മറ്റൊന്നുമല്ല. പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയിൽ എപ്പോഴും തൻ്റെ സ്വന്തം കാര്യത്തിൻ്റെ ഒരവസ്ഥയുണ്ട്. പ്രാർത്ഥന എപ്പോഴും ദൈവത്തോട് വിലപേശുന്നതാണ്. പ്രാർത്ഥന എപ്പോഴും ഞാൻ ആരോടൊക്കെയോ വിലപേശുന്നതാണ്. പക്ഷേ ധ്യാനത്തിൽ നിങ്ങൾ വിലപേശുന്നേയില്ല. പ്രാർത്ഥനയിൽ വിലപേശലുണ്ട്, ധ്യാനത്തിൽ വിലപേശലില്ല. നിങ്ങൾക്ക്
നിങ്ങളെ കണ്ടെത്താനുള്ള ഏറ്റവും സുതാര്യമായ, ഏറ്റവും ലളിതമായ മാർഗമാകുന്നു ധ്യാനം. അപ്പം നമ്മുടെ ക്രിയയിൽ ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. 84 ലക്ഷം ജീവജാലങ്ങളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ക്രിയ യോഗ. അതിൽ 84 എണ്ണം ആളുകൾ പഠിക്കുന്നു. അതിൽ വീണ്ടും ഏറ്റവും ചുരുങ്ങിയത് എന്ന് പറയുന്നത് 8 ആസനങ്ങളാണ്. ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ബൃഹത്തായ ഒരു കടൽ പോലെ പരന്നു കിടക്കുന്ന ഇതിലേക്ക് ഒരു ചെറിയ കുറച്ചു കാര്യങ്ങൾ ഉൾപ്പെടുത്തി അതിൻ്റെ ഏറ്റവും നല്ല ക്രീം മാത്രം എടുത്തുകൊണ്ട് നമ്മൾ മൃതസഞ്ജീവിനി ക്രിയയ്ക്ക് രൂപം കൊടുക്കുന്നുണ്ട്. മൃതസഞ്ജീവിനി ക്രിയയിൽ അടങ്ങിയിരിക്കുന്ന 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഇന്ത്യൻ യോഗ, ഇന്ത്യൻ ക്ലാസിക്കൽ യോഗ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ യോഗ, തായ്ചി, ചീക്കുങ്. ഈ 3 ഘടകങ്ങൾ ബ്ലെൻഡ് ചെയ്തതുകൊണ്ടാണ് ഇത് ലോകത്തിൽ ആദ്യമായിട്ടാണെന്ന് പറയുന്നത്. ചീക്കുങ് എല്ലാ നാട്ടിലും പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. തായ്ചി എല്ലാ നാട്ടിലും പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. യോഗ ലോകം മുഴുവൻ പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. പക്ഷേ ഇത് 3 കൂടി ഉൾപ്പെടുത്തി ബ്ലെൻഡ് ചെയ്ത് അതിലെ ക്രീം സംശീകരിച്ച് എടുത്ത ലോകത്തിലെ ആദ്യത്തെ ക്രിയയാണ് മൃതസഞ്ജീവിനി ക്രിയ. കഴിഞ്ഞ 40 വർഷത്തോളമുള്ള ഇതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റം എന്ന വാക്ക് മാത്രമാണ് ലോകത്തിൽ മാറ്റമില്ലാതിരിക്കുന്നത്. ലോകത്തിൽ സദാ മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ലോകത്തിലെല്ലാം മാറ്റത്തിന് വിധേയമാണ്. മാറ്റമെന്ന വാക്കിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. അത് നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലും എഴുതാൻ പറ്റില്ല, ഒറ്റ രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. ലോകത്തിൽ സകലതും, നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കോശങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, സ്ഥിതി ചെയ്യുന്നു, സംഹരിക്കപ്പെടുന്നു. നിത്യേന ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സങ്കല്പങ്ങൾ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മൃതസഞ്ജീവിനി ക്രിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഡേ ബൈ ഡേ ശാസ്ത്രത്തിന് അനുകൂലമായ, ശാസ്ത്രഗതിക്ക് അനുസരിച്ചുള്ള കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ സൗന്ദര്യം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തലത്തിലും. അതാണിത് മാറ്റത്തിനും കൂടെ വിധേയമാവുന്നതാണെന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ, മാറ്റത്തിന് വിധേയമല്ലാത്ത കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ട്. മാറ്റത്തിന് വിധേയമല്ലാത്ത പല ഇസങ്ങളും ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യൻ മാറുന്നതോടൊപ്പം തന്നെ മൃതസഞ്ജീവിനി ക്രിയയ്ക്കും മാറ്റങ്ങളുണ്ട്. അതതിൻ്റെ ശാസ്ത്രീയത, അതാണത് സമഗ്രമാണെന്ന് പറഞ്ഞത്, അതാണത് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞത്. ഇതിൽ വളരെ നല്ല അടുക്കും ചിട്ടയും ഉൾപ്പെടുത്തിയിട്ടുള്ള, ചിട്ടയോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ധ്യാന രീതികളുണ്ട്. ഇതിൽ പ്രാണായാമമുണ്ട്. നിങ്ങളെ യമനിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ശാസ്ത്രീയമായി പരിശോധിച്ച് അതിനനുസരിച്ചുള്ള ആസനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഓരോ വ്യക്തികൾക്കും ഏതാണ് വേണ്ടതെന്ന് നിങ്ങളുടെ ക്ലാസ്സിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി, ഇവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സ് മനസ്സിലാക്കി, അവർ നിങ്ങൾക്ക് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരു ആശ്രമമാകുമ്പോൾ സ്ഥിരമായി നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഗുരു റൂമിൽ അടച്ചിരിക്കേണ്ടവനല്ലെന്നും അവൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടവനാണെന്നുള്ള ഉത്തമമായ ബോധ്യം ഇവിടുത്തെ ഗുരുക്കന്മാർക്കുണ്ട്, ഇവിടുത്തെ ആളുകൾക്കുണ്ട്. ഗുരു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോവേണ്ടവനാണ്. അപ്പോഴേ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂ. നിങ്ങൾക്ക് ഏതു സമയത്തും ഇവിടെ വരാം. ആരോടും ചോദിക്കേണ്ടതില്ല, ഒരാളോടും അഭിപ്രായം ചോദിച്ച് വരേണ്ടതല്ല. ആശ്രമത്തിലേക്ക് നിങ്ങൾക്ക് ഏത് സമയത്തും വളരെ സന്തോഷത്തോടു കൂടി വരാം, വളരെ സ്വതന്ത്രമായി വരാം, സ്വതന്ത്രമായി വിളിക്കാം. ഒരു കെട്ടുപാടുകളും ഇവിടെ ഇല്ല, ഒരു കെട്ടുപാടുകളും ഇല്ല ഈ ആശ്രമത്തിൽ. 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുള്ള ഗേറ്റാണ്. ഒരിക്കലും ഗേറ്റ് അടയ്ക്കാറില്ല ഈ ആശ്രമത്തിൻ്റെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അറിയില്ല, ഒരിക്കൽ പോലും ഈ ഗേറ്റ് അടച്ചു വെച്ചിട്ടില്ല. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. യാതൊരു ചങ്ങലകളുമില്ല, അത് മനസ്സിലാക്കുക.
അതുകൊണ്ട് ഈ ക്രിയ അഭ്യസിച്ച് കഴിയുന്ന സമയത്ത് നേരിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. ഇത് നിങ്ങളുടെ ആശ്രമമാണെന്നും നിങ്ങളുടെ ഗുരുവാണെന്നും മനസ്സിലാക്കുക. അതിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അകലത്ത് നിൽക്കാതെ അരികിലേക്ക് വരിക. ഇറങ്ങി വരാനേ പറ്റുള്ളൂ. നിങ്ങൾ കയറി വരികയും നിങ്ങൾ എന്നിലേക്ക് വരികയും ചെയ്യുന്ന സമയത്താണ് എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ കഴിയുക. ഇന്നലെ ഞാൻ സത്സംഗ് ഇടണ്ടായിരുന്നു. ഒരു സത്സംഗിൽ ഞാൻ കുട്ടികളോട് പറഞ്ഞു, അധ്യാപകനും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അധ്യാപകൻ മോട്ടിവേഷൻ തരും, ഗുരുവും മോട്ടിവേഷൻ തരുമെന്ന്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അധ്യാപകൻ തരുന്ന മോട്ടിവേഷൻ എപ്പോഴാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരിക? 5ാം ക്ലാസ് പഠിപ്പിച്ച അധ്യാപകൻ നിങ്ങളുടെ കൂടെ ഉണ്ടപ്പോൾ? ഉണ്ടോ? വിളിക്കാറുണ്ടോ? പറയാറുണ്ടോ? ഇല്ല. അധ്യാപകൻ്റെ വീട്ടിൽ പോവാറുണ്ടോ? ഇല്ല. വൈ? അധ്യാപകർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അതാത് വിഷയങ്ങളിലുള്ള അറിവ് മാത്രമാണ്. അവർ വിജ്ഞാനമാണ് നിങ്ങളെ പഠിപ്പിച്ചു തന്നത്. അധ്യാപകർ നിങ്ങൾക്ക് വിജ്ഞാനമാണ് പഠിപ്പിച്ചു തരിക. ആ വിജ്ഞാനം കുറച്ചു കാലം കഴിയുമ്പോൾ മാറ്റപ്പെടാം. ഭൂമി പരന്നതാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും പിന്നീടത് ഉരുണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ നിരവധി വിജ്ഞാനങ്ങൾ തള്ളിപ്പോയിട്ട് പുതിയ വിജ്ഞാനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അധ്യാപകൻ്റെ ജോലി വിജ്ഞാനം പകർന്നു തരലാണ് ആ വിഷയത്തിൽ. ഒരു ഗുരുവിൻ്റെ ജോലി നിങ്ങളെ ട്രാൻസ്ഫർമേഷൻ നടത്തലാണ്, നിങ്ങളെ ട്രാൻസ്പെറൻ്റ് ആക്കലാണ്. ഒരു ഗുരു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും ആ ഗുരു നിരന്തരമായി നിങ്ങളെ അന്വേഷിക്കുകയും നിങ്ങളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് നല്ല വഴി കാട്ടിത്തരികയും നിങ്ങൾ ഗുരുവിൻ്റെ അടുത്തേക്ക് എപ്പോഴെങ്കിലും വരികയും ചെയ്യും. ഗുരു മരിച്ചു കഴിഞ്ഞാലും ഗുരു പറഞ്ഞിട്ടുള്ള വചനങ്ങളുണ്ടല്ലോ, ആ വചനങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അത് ജീവിത വിജയത്തിന് ഉപകാരപ്പെടും. അതാണ് ഗുരുവും അധ്യാപകരും തമ്മിലുള്ള പ്രശ്നം. അധ്യാപകൻ അവൻ്റെ ജോലി കഴിഞ്ഞ് സാലറി വാങ്ങിക്കഴിഞ്ഞ് അവനതിൻ്റെ വേതനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കും. ഇപ്പോഴത്തെ അധ്യാപകരെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. പക്ഷേ ഒരു ഗുരു നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, നിങ്ങളറിയാതെ നിഴൽ പോലെ ഉണ്ടാകും. ഒരു ദിവസം 100 കണക്കിന് കോളുകളാണ് ഞങ്ങൾക്ക് വരിക. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും പല പ്രശ്നങ്ങളും അറിയാനും പരിഹരിക്കാനും വേണ്ടി വിളിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു അധ്യാപകനെ വിളിക്കാത്തത്? വിളിക്കില്ല. അതുകൊണ്ടാണ് ആ ഗുരുവും അധ്യാപകരും തമ്മിലുള്ള പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങോട്ട് കടന്നു വരണമെന്ന് പറയുന്നത്. നിങ്ങൾ കടന്നു വരാതെ ഒരു സ്കൂളിലെ കുട്ടിയെപ്പോലെ ഇവിടെ ഇരുന്ന് എന്തോ ഒന്ന് പഠിച്ച് അവിടെ പോകുന്നത് കൊണ്ട് ഒരു ഉപകാരവുമില്ല. നിങ്ങൾ നിരന്തരമായി ഒരു ഗുരുവിനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും നിരന്തരമായി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജ്ഞാനം ഉദിക്കും. കാരണം വിജ്ഞാനമല്ല ഗുരു തരിക, ജ്ഞാനമാണ്. ആ ജ്ഞാനം ഒരിക്കലും നശിക്കാത്തതാണ്. വിജ്ഞാനം മാറിക്കൊണ്ടിരിക്കുമെന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ ജ്ഞാനമാണ് നിങ്ങൾക്ക് ഇന്ന് മൃതസഞ്ജീവനി ക്രിയയിലൂടെ ഞാൻ തരാൻ പോകുന്നത്. ജ്ഞാനം എങ്ങനെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ, ജ്ഞാനം ലഭിക്കാൻ നിങ്ങളുടെ പാത്രം ഒഴിഞ്ഞു നിൽക്കണം. നിങ്ങൾ പാത്രം ഒഴിഞ്ഞവനായിട്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ പാത്രത്തിൽ ഒന്നുമില്ല. നിങ്ങൾ ഭിക്ഷയാണ് ഇപ്പോൾ നമ്മളടുത്ത് നിന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം ഒരു ഭിക്ഷ അതാണ്. ഒന്നുമില്ലാത്തൊരു പാത്രം കാണിച്ചു തരികയാണ്. അതിലേക്ക് എന്താണ്? ഭക്ഷണമാണോ ഞാൻ ഇട്ട് തരുന്നത്? ഞാൻ ആ പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ജ്ഞാനമാണ് തരുന്നത്. അതാണ് ഗുരുവിൻ്റെ രീതി. അധ്യാപകൻ്റെ രീതി പുസ്തകത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, ആരോ എഴുതപ്പെട്ട കാര്യങ്ങൾ, അത് ശരിയാവാം തെറ്റാവാം. ചരിത്രം 100 ആളുകൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം 100 കണക്കിന് ആളുകൾ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട് എഴുതിയിട്ടുണ്ട്, റോമില താപ്പർ എഴുതിയിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുണ്ട്. കുറേ ആളുകൾ, ഞാൻ പേര് പറയുന്നില്ല, നിരവധി ആളുകൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രം വ്യത്യസ്തമായ ചരിത്രങ്ങളാണ്. എന്തുകൊണ്ടാണ് അത് വ്യത്യസ്തമായ ചരിത്രമാകുന്നത്? അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ചരിത്രം ഏതാണെന്ന്, എന്താണ് ശരിയെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അതാണ് വിജ്ഞാനത്തിൻ്റെ കുഴപ്പം. ജ്ഞാനമെന്ന് പറയുന്നത് ഒരു കുഴപ്പം ഉണ്ടാവില്ല. 5000 വർഷം പഴക്കമുണ്ട് തായ്ച്ചിക്ക്, 5000 വർഷം പഴക്കമുണ്ട് ഇത് ചിട്ടപ്പെടുത്തിയുള്ള ചീക്കുങ്ങിന്, 5000 വർഷത്തെ പഴക്കമുണ്ട് പാതഞ്ജലി യോഗയ്ക്ക്. ഇതൊക്കെ അന്നും ഇന്നും എന്നും ഒരേപോലെയാണ്. അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട വന്നിട്ടില്ല. അത് ദർശനങ്ങളാണ്. ഒരു ഋഷി ദർശിച്ചതാണ്. ആയുർവേദത്തെ പോലെ ഋഷി ദർശിച്ച കാര്യങ്ങളാണ്.
കാര്യവും ഇതുവരെ മാറ്റേണ്ടി വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ മൃതസഞ്ജീവിനി ക്രിയ കാലോചിതമായി മാറ്റപ്പെടേണ്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആധുനിക യുഗത്തിലെ ആളുകളുടെ ഈ ഹെക്റ്റിക് ലൈഫ്, ഇപ്പോഴുള്ള ഈ ഇത്രയും തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് തിരക്കേറിയ സമയം, നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട്, സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ക്രിയ 15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ എങ്ങനെ, ഒരു 5 മിനിറ്റ് നമുക്ക് സമയമില്ലല്ലോ, അപ്പോൾ ആ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഈ ക്രിയ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന് ഒരല്പം ആയാസം കിട്ടുമെന്നുള്ള റിസർച്ചിലായിരുന്നു. അതുകൊണ്ടാണിത് ശാസ്ത്രീയതയും കൂടെ ഉൾപ്പെടുത്തിയതെന്ന് പറയുന്നത്.